ഹലോ ഗൈസ്, നമ്മുടെ ഫ്ലട്ടർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മളിന്ന് ഫ്ലട്ടറിൻ്റെ ട്യൂട്ടോറിയൽസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് എന്താണ് ഫ്ലട്ടർ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് നോക്കാം. സോ ഫ്ലട്ടർ എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ ഒരു ഫ്രെയിം വർക്കാണ്. സോ ഫ്രെയിം വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് എന്തോ അതാണ് ഫ്രെയിം വർക്ക്. നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ഓരോ സാധനങ്ങളും, അതായത് ടെക്സ്റ്റ് ആയിക്കോട്ടെ, കാറുകളായിക്കോട്ടെ, പിന്നെ കളേഴ്സ് ആയിക്കോട്ടെ, ഇതാണ് നമ്മൾ ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞാൽ. സോ അങ്ങനത്തെ ഒരു ഫ്രെയിം വർക്കാണ് ഫ്ലട്ടർ എന്ന് പറഞ്ഞാൽ. സോ ഫ്ലട്ടറിൻ്റെ ബാക്ക് ആൻഡ് ലാംഗ്വേജ് ആണ് ഡാർട്ട്. നമ്മളിപ്പോൾ കോഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ഡാർട്ടിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. കാരണം നമുക്ക് എന്തെങ്കിലും ഫങ്ഷണാലിറ്റി, അതുപോലെ തന്നെ ഊപ്സ് കോൺസെപ്റ്റ്, അഡീഷൻ, സബ്സ്ട്രക്ഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് കോഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ഡാർട്ടിൻ്റെ യൂസ് നമുക്ക് ആവശ്യമുണ്ട്. സോ ഡാർട്ടായിരിക്കും നമ്മുടെ ലാംഗ്വേജ്. പിന്നെ ഫ്ലട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രെയിം വർക്ക്. സോ ഫ്രെയിം വർക്ക് ഫ്ലട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട്, അതായത് ആൻഡ്രോയിഡ്, iOS, വെബ്, അതുപോലെ ഡെസ്ക്ടോപ്പ്, ഇതുപോലത്തെ അപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ, അതായത് ഇതുപോലത്തെ അപ്ലിക്കേഷൻസ് ഒറ്റ കോഡ് ബേസിൽ റൺ ചെയ്യിക്കാൻ, അതായത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഫ്ലട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ ഫ്ലട്ടറിൻ്റെ വേറൊരു ഗുണമുണ്ട്. അതായത് ഇപ്പോൾ ഇൻ കേസ് ഡാർട്ട് സപ്പോർട്ട് ചെയ്യാത്ത ഡിവൈസുകളുണ്ടാവും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലട്ടറിൻ്റെ ലാംഗ്വേജ്, അതായത് ഫ്ലട്ടർ റൺ ചെയ്യുന്നത് ഡാർട്ട് ലാംഗ്വേജ് വെച്ചിട്ടാണ്. അപ്പോൾ ഡാർട്ട് സപ്പോർട്ട് ആവാത്ത ലാംഗ്വേജുകളിൽ നമുക്ക് ഈ ജാവ യൂസ് ചെയ്തിട്ട്, അതായത് ഡാർട്ട് ലാംഗ്വേജ് ജാവയിൽ കൺവേർട്ടായി ജാവ റണ്ണാവും. അങ്ങനത്തെ ഒരു ഗുണം കൂടി ഫ്ലട്ടറിനുണ്ട്. സോ പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ഫ്ലട്ടർ, അതായത് നമ്മളിപ്പോൾ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ സ്കീം നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതായത് കോട്ടിൽ മൾട്ടി പ്ലാറ്റ്ഫോം, പിന്നെ അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഉണ്ട്, പിന്നെ ഷിഫ്റ്റ് എന്ന് പറഞ്ഞ ലാംഗ്വേജ് ഉണ്ട് iOSൻ്റെ. സോ എന്തുകൊണ്ടാണ് ഇതിലെല്ലാത്തിനും ഡിഫറെൻ്റ് ആയിട്ട് ഫ്ലട്ടർ നിൽക്കുന്നത് എന്നുള്ളതാണ്. സോ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്ലട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒറ്റ കോഡ് ബേസിൽ നമുക്ക് ഇത്രയും മൾട്ടി പ്ലാറ്റ്ഫോംസിൽ നമുക്ക് ആക്സസ് കിട്ടി. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെയെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതിൽ ഹോട്ട് റീലോഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ്. അതായത് ഹോട്ട് റീലോഡ് ആൻഡ് ഹോട്ട് റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാലിറ്റി ഉണ്ട്. അതായത് നമ്മൾ നമ്മുടെ കോഡിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറ്റ് എ ടൈം നമുക്കത് കാണാൻ പറ്റും. സോ അതിനെയാണ് ഹോട്ട് റീലോഡ് ആൻഡ് ഹോട്ട് റീസ്റ്റാർട്ട് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിന് ഹൈ പെർഫോമൻസ് ആയിട്ടുള്ള സ്കിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാഫിക് എഞ്ചിനാണ് ഫ്ലട്ടറിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ മറ്റുള്ള മൊബൈൽ ആപ്ലിക്കേഷൻസ്, അത് മറ്റുള്ള ഡിവൈസിൽ 60 തൊട്ട് 120 FPS വരെ നമുക്ക് സപ്പോർട്ടഡ് ആവും. പിന്നെ അതുപോലെ തന്നെ വിഡ്ജറ്റ്സ് കുറച്ചും കൂടിയും കുറച്ച് അത്യാവശ്യം നല്ല വിഡ്ജറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ വിഡ്ജറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. വിഡ്ജറ്റ്സ് എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് വിഡ്ജറ്റ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ ടെക്സ്റ്റ് അലൈൻ ചെയ്യുക, പിന്നെ ഒരു ബട്ടൺ ടെക്സ്റ്റ്, ഇതൊക്കെ ഓരോ വിഡ്ജറ്റുകളാണ്. സോ ഇങ്ങനത്തെ വിഡ്ജറ്റ് കൺസെപ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഇത് കോഡ് ചെയ്തുണ്ടാക്കാൻ വളരെ സുഖമാണ്. സോ അതാണ് ഇതിൻ്റെ അടുത്തത്. പിന്നെ അതുപോലെ തന്നെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ട്രോങ് കമ്മ്യൂണിറ്റിയാണ്. അതായത് കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഭയങ്കര കൂടുതലാണ്. ഇപ്പം ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും എറർ വന്നു, എന്തെങ്കിലും ഇഷ്യൂ അടിച്ചു, അപ്പോൾ നമുക്ക് ഒരുപാട് നാൾ മന്ത്ലി നമുക്ക് നിൽക്കേണ്ടി വരില്ല. ചില കോഡ് ബേസിൽ നമുക്ക് ചിലപ്പോൾ അതിൻ്റെ ഉത്തരം കിട്ടാതെ നമ്മൾ ഇങ്ങനെ പകച്ച് നിൽക്കും. സോ അങ്ങനത്തെ ഒരു ഇഷ്യൂ നമുക്ക് ഫ്ലട്ടറിൻ്റെ കാര്യത്തിൽ വരില്ല, കാരണം നല്ല കമ്മ്യൂണിറ്റി സപ്പോർട്ടാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റാക്ക് ഓവർഫ്ലോയിലൊക്കെ നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാം. അതായത് റേസ് ചെയ്ത കംപ്ലയിൻറ്റ്സ്, അതായത് സ്റ്റാക്ക് ഓവർഫ്ലോ ഒക്കെ നമുക്ക് പഠിക്കാം. സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് വെച്ചാൽ ഒന്നുമില്ല, ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ എറർ അടിക്കുമ്പോൾ കയറി നോക്കാനുള്ളൊരു വെബ്സൈറ്റാണ് സ്റ്റാക്ക് ഓവർഫ്ലോ. അപ്പോൾ അതിലൊക്കെ അത്യാവശ്യത്തിന് കൊടുത്തേക്കുന്ന, അതായത് റേസ് ചെയ്തേക്കുന്ന കംപ്ലയിൻറ്റ്സ്, അതത്രയ്ക്കും സൊല്യൂഷൻസ് ഒരുപാട് അതിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ട് വളരെ കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ആരൊക്കെ ഫ്ലട്ടർ പഠിക്കണം എന്നുള്ളതാണ് ചോദ്യം. അത് നമുക്ക് മേജറായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ എന്തുകൊണ്ട് ഫ്ലട്ടർ പഠിക്കണം. സോ അത് ഡിപ്പെൻഡ്സ് അപ്പോൺ നിങ്ങളെ കാര്യങ്ങളനുസരിച്ചിട്ടാണ്. അതായത് ഇപ്പോൾ നിങ്ങളൊരു സ്റ്റുഡൻ്റാണ്, ബിഗിനറാണ്, നിങ്ങൾക്കിപ്പോൾ ഒരു കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കോഡിങ് പഠിക്കണം. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫ്ലട്ടർ പഠിച്ചു തുടങ്ങാവുന്നതാണ്. കാരണം ഈസിയാണ്, വലിയ തലവേദനകളൊന്നുമില്ല, എന്നാൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഡ്രീം ആയിരിക്കും ഇൻ കേസ് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കണം, ഒരു മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കണം. സോ ഇതിലേക്കൊക്കെ ഉള്ളൊരു കാൽവെപ്പായിരിക്കും ഫ്ലട്ടർ. പിന്നെ അതുപോലെ തന്നെ ഫ്രീലാൻസേഴ്സ്, സ്റ്റാർട്ടപ്പ് ഡെവലപ്പേഴ്സ്, അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർക്ക്, പിന്നെ അതുപോലെ തന്നെ ഓൾറെഡി ആംഗുലർ, റിയാക്റ്റ് ഒക്കെ പഠിച്ചിരിക്കുന്നവരുണ്ടാവും. ഇവർക്കൊക്കെ മൊബൈൽ ആപ്ലിക്കേഷൻസിലേക്ക് ഒന്ന് കയറണം എന്ന് ആഗ്രഹിക്കുന്ന അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഫ്ലട്ടർ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ